വെള്ളിയാഴ്ച പള്ളിപ്പുറം CRPF ക്യാമ്പിൽ നിന്ന് കുറച്ച് സുരക്ഷാ സേനയെ രാജ്ഭവനിലോട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്, ഗവർണറുടെ രാജ്ഭവനിലോട്ട്. എന്തോ ഒരു ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കാൻ പോകുന്നു. ഇത് മുന്നേ ആരിഫ് ഒരു പ്രിക്കോഷൻ, അതെ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോഴും ഈ സമാനമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ CRPF എന്നല്ല, കേന്ദ്രസേന സുരക്ഷ വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോഴും അങ്ങനെ എന്തോ അങ്ങനെ ഒരു സിംറ്റംസ്, അങ്ങനെ ഒരു കാര്യം തിരുവനന്തപുരം നഗരം അങ്ങനെ ഒരു ചെറിയൊരു ഭീതിയിൽ നഗരവാസികൾക്കുണ്ട്. കാര്യം വെള്ളയമ്പലത്തിന് അപ്പുറത്താണ് ഈ രാജ്ഭവൻ ഇരിക്കുന്നത്. അപ്പോൾ സംഭവം മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, കേരള യൂണിവേഴ്സിറ്റി ഓഫീസിന് മുന്നിൽ SFI പ്രവർത്തകർ ചാൻസലറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറി. യൂണിവേഴ്സിറ്റി അവരെ ഗ്രില്ലിട്ടു. എന്നിട്ട് ഈ കേരള യൂണിവേഴ്സിറ്റി, ഞാൻ കേരള യൂണിവേഴ്സിറ്റി കീഴിൽ ഡിഗ്രി പഠിച്ചതാണ്, അറിയാം, വിജയിക്കും അറിയാം. അപ്പോൾ നമ്മൾ നമ്മൾ ആ യൂണിവേഴ്സിറ്റി ഓഫീസിൽ നിരവധി തവണ കയറി പോയിട്ടുള്ളതുകൊണ്ട് നമുക്കതറിയാം. ഈ പറയുന്ന ആ സ്റ്റെപ്പ്, അദ്ദേഹത്തിൻ്റെ ആ മുകളിലേക്ക് കയറി പോകുന്ന ആ സ്റ്റെപ്പിനടുത്ത് വരെ ഈ കുട്ടികളെത്തി, ചേംബറിന് അടുത്ത് വരെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി പറയുമ്പോൾ രജിസ്ട്രാറെ ചാൻസലർ പുറത്താക്കുന്നു, എന്നിട്ട് ആ വൈസ് ചാൻസലർ പുറത്താക്കുന്നു, അതിൻ്റെ മേളിൽ ഗവർണർ. അപ്പം നമ്മൾ കാണുന്നത് ഈ മോഹൻലാലിൻ്റെ ആ സിനിമയുണ്ടല്ലോ, നമ്മുടെ അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലെ കസേരകളി ഉണ്ടല്ലോ, കഥ കടയ്ക്കുന്നു, ശ്രീനിവാസൻ വരുന്നു, മോഹൻലാൽ വരുന്നു, അങ്ങനെയൊക്കെ ഒരു കസേരകളി, നാറ്റം വെച്ച കസേരകളി ഇന്ന് വരെ ഒരു കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള കസേരകളി നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? അപ്പോൾ ആ കസേരകളിയുടെ ബാക്കി പത്രമായിരുന്നു ഈ കണ്ട സമരം. അപ്പോൾ നമുക്കിവിടെ ഒന്നുകൂടെ ഇതിൽ എടുത്തു പറയേണ്ടി വരും. നമുക്ക് കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതും കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. അതായത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയാണ് കഴിഞ്ഞ കാലങ്ങളായി, കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ സിൻഡിക്കേറ്റിനകത്ത് ഇരിക്കുന്നത്. അത് വിജയിക്കാറില്ല. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് കാലാകാലം, ഇപ്പം സുക്കാർണോ ഒക്കെ ഉണ്ട്. ഈ തിരുവനന്തപുരത്തെ CPMലെ DYFIയുടെ യുവ നേതാവാണ് സുക്കാർണോ. കുറേ നാൾ ആഷിം എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ടായിരുന്നു. ഇപ്പോൾ ഇവനുണ്ടല്ലോ, അയാൾ വേറെന്താ, നമ്മുടെ MBA രാജ്യസഭയിൽ പോയിരിക്കുന്ന SFI നേതാവായിരുന്ന ഇപ്പൊ രാജ്യസഭയിൽ MB ആയിരിക്കുന്ന DYFI റഹീം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കെല്ലാം കുറെ ആൾക്കാർക്ക് കാശ് അടിച്ചു വരാനും സിൻഡിക്കേറ്റിനകത്ത് ഇങ്ങനെ ചുമ്മാ, സിൻഡിക്കേറ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ ഒരു കാർ ഉണ്ടാവും, ഒരു മാസം ഒരു വരുമാനം ഉണ്ടാവും, ഷൈൻ ചെയ്യാൻ ഒരു വേദിയാണ്. സുക്കാറിനോ പക്ഷെ അങ്ങനെയാണോ എന്ന് എനിക്കൊരു സംശയമാണ്. സുക്കാറിനെയാണോ അത് DYFIയുടെ യുവ നേതാവൊക്കെ ഇപ്പോൾ ഇതിലുണ്ട്, തിരുവനന്തപുരത്തെ യുവ നേതാവ്, എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഏതായാലും തിരുവനന്തപുരത്ത്. അപ്പൊ അല്ല, കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്താണല്ലോ. മറ്റേ അവിടെ സിൻഡിക്കേറ്റിൽ കഴിഞ്ഞ ദിവസം കോടതിയെ ആക്ഷേപിച്ച് നാണം കെട്ട ഒരാളുണ്ടല്ലോ, രാജേഷ്, അദ്ദേഹം മാവേലിക്കര MLA ആണ്. അപ്പൊ ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ എന്ന് വെച്ചാൽ CPMനകത്ത് കാലാകാലങ്ങളായി ഇങ്ങനെ കുറെ പേർക്ക് കാശ് ഉണ്ടാക്കാനായിട്ടൊരു വഴി ഉണ്ടാക്കി കൊടുക്കും. നീ പോയി 5 കൊല്ലം അവിടെ ഇരുന്നോ, അവിടെ ഇരുന്ന് കുറെ ഉണ്ടാക്കിക്കോ, കാറ് തരാം, ശമ്പളം തരാം, കിടന്നുറങ്ങാൻ നല്ല മുറി തരാം, AC മുറിയായിരിക്കും, ഇങ്ങനെ കുറെ എണ്ണത്തിന്. അതേപോലെയാണ് ഒരു 21ഓളം വരുന്ന PSC മെമ്പർമാർ. ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ എനിക്ക് അല്ലേ, അങ്ങനെയല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരത്തിൽ ഈ കണ്ട ആവാസ തരത്തിന് SFI എന്ന് പറയുന്ന ഒരു കൂട്ടം SFIക്കാർ ഈ വന്നിരിക്കുന്നത്, നമ്മൾ തന്നെ ഇന്നലെ സംസാരിച്ച് പറഞ്ഞു, ഡ്രോപ്പ് ഔട്ട് ആയമാരായിരിക്കും കൂടുതലും. ഒന്നുകിൽ അവിടെ വായി നോക്കി കിടക്കുന്ന ഏതെങ്കിലും, പറയണ്ടല്ലോ തിരുവനന്തപുരത്തെ കൾച്ചർ എനിക്കും അറിയാമല്ലോ, വിജയിക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമരത്തിന് ഇത് പകുതി പിള്ളേരും യൂണിവേഴ്സിറ്റി കോളേജിൽ പകുതി ഉയരും കൊണ്ട് വീട്ടിൽ പോയി, അണ്ണ ഞങ്ങൾ വീട്ടിൽ പോകണം, ഞങ്ങൾക്ക് പേടിയണ്ണ, ആടി വാടാ നീ വന്നില്ല. ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ഇന്നലെ കാണിച്ച പരമ പോക്കൃത്തരം, ഈ പോക്കൃത്തരത്തിന്റെ അവസാനമാണ് ഇന്നലെ പോലീസ് എന്ന്. എന്തുമാത്രം പോലീസിന്റെ ഗതികേടല്ലേ ചേട്ടൻ കണ്ടായിരിക്കും, വിഷ്വൽസിലുണ്ട്. ഇവരുടെ മറ്റേ ലാത്തി പിടിച്ചു വാങ്ങിച്ച് പോലീസിനെ അടിക്കുന്നു. പോലീസിന്റെ ഗതികേട്. അപ്പൊ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു മട്ടന്നൂര് പോലീസിനെ കാണിച്ചത്. അപ്പൊ ഇവിടെ ഭരണവ്യവസ്ഥയുടെ ബാക്കി പത്രം എന്നോണം ഈ കാണിക്കുന്ന പോക്കൃത്തരത്തിന് ഇന്നലെ ഗോവിന്ദൻ അവിടെ വന്നിട്ടുണ്ട്. ഗോവിന്ദൻ വന്നിട്ട് താഴെ ഇറങ്ങി വരാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇന്നലെ അവിടെ എന്താ നടന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇത്രയും കഥ ബാക്ക് ഹിസ്റ്ററി പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പോവുകയാണ് വിജയ് പറഞ്ഞതിലേക്ക്. അതായത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് CRPF ക്യാമ്പ് അവിടെ പട്ടാളത്തിൽ ഇറക്കാൻ പോകുന്നത്, അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് വരാൻ പോവുകയാണ്. അത് അവരുടെ പാർട്ടി കാര്യങ്ങൾക്കാണ് അമിത്ഷാ വരുന്നത്. അമിത്ഷാ ചില്ലറക്കാരനല്ല. അമിത്ഷാ ഈ കഴിഞ്ഞ പ്രതിരോധ മന്ത്രിയാണ്, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. ഈ അമിത്ഷാ
കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ച ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആ നമ്മുടെ സിവിലിയൻസിനെ ആക്രമിച്ച ആ വേളയിൽ അദ്ദേഹം വന്നിറങ്ങിയ ആ ഒരു മുഖഭാവം കണ്ടിട്ടുണ്ടായിരുന്നു. അമിത്ഷാ വളരെ ഷാർപ്പാണ് അദ്ദേഹം. അദ്ദേഹത്തിനോടൊന്നും കളി നടക്കില്ല. അദ്ദേഹം വന്നിറങ്ങി അദ്ദേഹം ആ കൃത്യം നിറവേറ്റുന്നത് വരെ അദ്ദേഹത്തിന്റെ മുഖം കണ്ടായിരുന്നു നമ്മൾ പഹൽഗാമിലെ ആ സംഭവത്തിൽ. അവിടെ നിന്ന് അദ്ദേഹം തിരികെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഈ പച്ച മലയാളത്തിൽ ഈ ഒലക്കേര മൂട്ടിലെ ഈ പറയുന്ന സഖാക്കൾ ഈ പിള്ളേർക്ക് എന്ത് കവചമാണ് തീർക്കാൻ പോകുന്നത്? അദ്ദേഹം രാജ്ഭവനിലാണ് തങ്ങുന്നത്. രാജ്ഭവനിലാണ് തങ്ങുന്നത്. ഇവിടെ BJP ഒരു മീറ്റിംഗ് നടക്കാൻ പോവുക 12-ാം തീയതി 11-ാം തീയതി. BJP എങ്ങനെ പോകണം, എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് ചർച്ച ചെയ്യാനാണ് അദ്ദേഹം വരുന്നത്. അവിടെ ഞങ്ങൾ നാളെ മുതൽ കണ്ടായിരുന്നോ SFIയുടെ പ്രസിഡന്റ് ആ പയ്യനെ കണ്ടായിരുന്നോ? ഇന്നലെ അവനെ കാണിച്ചവന്റെ വീഡിയോ പയ്യനെ കണ്ടായിരുന്നു. ഒരു പാവം ഒരു കുഞ്ഞു പയ്യൻ, ഒരു കൊച്ചുകുട്ടി, അവനാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഈ കുട്ടികൾ ഈ കൊച്ചു കുട്ടികൾ അവിടെ പോയി എന്ത് ചെയ്യാൻ പോവാണ്? ഈ കുട്ടികളോട് എന്ത് ചെയ്യാൻ പോവാണ്? ഇത് സ്നേഹം കൊണ്ട് പറഞ്ഞു അല്ല. ഈ വൈസ് ചാൻസലറിന്റെ മുറിയിൽ എത്തിയാൽ തന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ ഇവർക്കില്ല. വിജയ്, ഈ വന്നതൊന്നും PG വിദ്യാർത്ഥികൾ പോലും അല്ല. ഇതൊക്കെ അവിടെ പറക്കി തിന്ന് കിടക്കുന്ന കുറെ തെമ്മാടികൾ. പഠിച്ച് പാസ്സായിട്ട് പഠിച്ച് പാസ്സായതും ഡ്രോപ്പ് ഔട്ട് ആയതും കല്യാണം കഴിഞ്ഞവനും മക്കളുള്ളവനും വരെ ഇന്നലെ അവിടെ സമരത്തിന് വന്നിട്ടുണ്ട്. ആർഷോ എന്ന് പറയുന്നില്ലേ? ആർഷോ SFI കാരനാണ്. എത്ര വയസ്സുണ്ട്? 35 വയസ്സും കണ്ടുണ്ട്. 40 വയസ്സാ പരിധി. 40 വയസ്സാ പരിധി. SFIയുടെ പരിധി 40. ചിരി വരണല്ലേ? 40 വയസ്സ് SFI കാരൻ, ചെറുപ്പക്കാരൻ. അപ്പൊ ചുരുക്കത്തിൽ ഇവരെവിടെ പോയി? അതായത് ഞാൻ പറഞ്ഞു 5 വയസ്സുവരെ ചെറുപ്പക്കാരാണ്. ആണ്. ക്രിക്കറ്റ് കളിയിലേ ഉള്ളൂ 30 വയസ്സാവുന്നത്. 35 റിട്ടയർ ആവുന്നത്. 37 കോഹ്ലിക്ക് റിട്ടയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഈ പിള്ളേർ അവിടെ പോയി എന്ത് ചെയ്യാൻ പോവാ? ഈ കൊച്ചു കുട്ടികൾ, നമ്മൾ ഈ കുട്ടികളുടെ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ഈ കുട്ടികൾ രാജ്ഭവനിലേക്ക് സമരത്തിന് പോകുമെന്ന് പറയുന്നു. ഈ അവിടെ ചെന്നാല് ഇവിടെ പോലീസിനെ പിടിച്ച് തള്ളിയ പോലെ തള്ളിയാൽ അവിടെ ആരാ ഇവരെ രക്ഷിക്കാനുണ്ടാവുക? ഈ CRPF പട്ടാളക്കാരുടെ കയ്യിലിരിക്കുന്നത് ലാത്തിയല്ല, തോക്കാണ്. അത് അമിത്ഷായാണ് അകത്തിരിക്കുന്നത്. അല്ല, ഇവർക്ക് SFIക്കാർക്ക് ഇത് പിണറായി വിജയന്റെ പോലീസാണെന്ന്, ഇവരുടെ കയ്യിൽ ലാത്തി മാത്രമേ ഉള്ളൂ എന്നുള്ള ധൈര്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. വിജയ്, ഒരു കാര്യം വിജയോട് പറയാം. പക്ഷെ ഇതിവിടെ അങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് പിണറായി വിജയന്റെ അല്ലെന്ന് നമുക്ക് അറിയാം. കാണിച്ചാലും ഇല്ലെങ്കിലും ഇന്നലെ എന്താ സംഭവിച്ചത്? ഈ പുതുതായിട്ട് വന്നിരുന്ന DGP ഉണ്ടല്ലോ, റവാഡ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. എന്നിട്ട് റവാഡ എന്തേ അനങ്ങാത്തെ? റവാഡയുടെ നല്ല ചെറുപ്പകാലത്ത് കൂത്തുപറമ്പ് ഇഷ്യൂ അദ്ദേഹത്തിന് മുന്നിൽ കിടപ്പുണ്ട് അല്ലേ? അപ്പൊ അദ്ദേഹം എങ്ങനെ അനങ്ങും? അല്ല, അന്ന് ഈ കൂത്തുപറമ്പ് ഇഷ്യൂവിൽ കർണാടക സർക്കാരാണ് ഭരിക്കുന്നത്. കർണാടക സർക്കാർ ആസ് എ പേഴ്സൺ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. ഇപ്പൊ അദ്ദേഹം അന്ന് ഒരു DYSP ആയിട്ടോ മറ്റോ അദ്ദേഹത്തിന്. പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ ഭരിക്കുന്ന സർക്കാരിന്റെ തന്നെ ഗുണ്ടകളാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? ഒരിക്കൽ അദ്ദേഹം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ. പിന്നെ അദ്ദേഹം എങ്ങനെ തടുത്ത വെള്ളം കണ്ടാൽ പേടിക്കില്ലേ? അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഫോൺ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. ബഹുമാനപ്പെട്ട P. ശശി തന്നെ വിളിച്ചിട്ടുണ്ടാവും. സഖാവ് MV ഗോവിന്ദൻ എവിടെയുണ്ട്? ഗോവിന്ദൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂ, ഇല്ലെങ്കിൽ ഈ ചെക്കന്മാര് മറ്റേ തീക്കൊള്ളി എടുത്ത് തലതുറിയും. സംഭവം ആയില്ലേ? ഇപ്പൊ വിജയ് ഇവർക്ക് അവിടെ കയറിയിട്ട് വൈസ് ചാൻസലർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എന്താ വിജയ് പറഞ്ഞത്? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഈ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരാളെ ഇരുത്തിയിരിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്. അത് മാത്രമല്ല, ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. കേസ് കോടതിയിൽ നിൽക്കുന്നു. ഈ കാണിക്കുന്ന ശുദ്ധ പോക്കൃത്തരം. ഇവര് പറയും മറ്റേ SRCPയെ മൂക്ക് വെട്ടിയാണ്. അത് അന്തക്കാലം. SRCPയെ മൂക്ക് വെട്ടിയൊരു കഥ അറിയാലോ തിരുവനന്തപുരത്ത്. അദ്ദേഹം തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന SRCP പരിഷ്കാരങ്ങൾ ചെയ്ത ആളാണ്. തിരുവനന്തപുരത്ത് തമിഴനാണ് അദ്ദേഹം രാഖിരാമായണം പോയി. അപ്പൊ നമുക്കിതിൽ ചോദിക്കാനുള്ളത്, അടുത്തൊരു കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഉണ്ടാക്കാനാണോ CPM ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്? SFI പിള്ളേര് അങ്ങോട്ട് നിന്ന് പാവം കൊച്ചുകുട്ടികളാ, കൊച്ചുമക്കളാ, കൂട്ടത്തിൽ ചേരുമ്പോൾ എന്ത് കാണിക്കണമെന്ന് അറിയില്ല. അപ്പൊ ഈ പറയുന്ന പള്ളിപ്പുറത്തും അവിടെ ഇവിടെയൊക്കെയുള്ള പട്ടാളക്കാരന്മാർ ഇങ്ങനെ തിന്നേ ഈ ആഹാരമൊക്കെ കഴിച്ച് ഒന്നും ചെയ്യാതെ എനർജി പുറത്തേക്ക് വിടാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് കൈ കിട്ടിയ നിരത്തും. അറിയില്ലേ? നമ്മുടെ നന്ദാവനത്ത് പോലീസ് പയ്യന്മാരെ അറിയില്ലേ? ഈ ക്യാമ്പിലൊക്കെ ഇങ്ങനെ നിന്നേ റൂട്ട് മാർച്ചൊക്കെ നടത്തിയിട്ട് അങ്ങനെ ചിക്കനൊക്കെ രാവിലെ കഴിച്ച് ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ ആകെ എനർജി ഇങ്ങനെ ഇരിക്കുക. കിട്ടുമ്പോ 10 ആടിയും കാണിച്ച് കയറ്റി കൊടുക്കും. കണ്ടിട്ടില്ലേ SFI KSU സമരത്തിലൊക്കെ? കഴിഞ്ഞ 10 കൊല്ലവും അവ ഇവിടെ ഇംഗ്ലോ വിളിച്ചവനാ ഈ അടിച്ച് നിർത്തണ പോലീസ്. അല്ല, അടി കൊടുക്കുന്നതിനും അപ്പുറത്തേക്ക് ഇവര്, അതായത് അമിത്ഷാ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഭ്യന്തരമന്ത്രിയാണ്. അപ്പൊ അവിടെ ഒരു ആക്രമണം, അവിടെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അടി എന്നുള്ളതിലേക്ക് ആയിരിക്കില്ല. അടി എന്നല്ല, ഇതിപ്പോ ഒന്നുമില്ല. വിജയ് പറഞ്ഞ പോലെ വാലും ചുരുട്ടി മര്യാദയ്ക്ക് ഇങ്ങ് വരും.
കാര്യം ഈ കാണുന്ന ഇവിടെ പോലീസിന്റെ മേലെ കയറിയതുപോലെ ഒന്നും അവിടെ ചെന്ന് കയറി കൊടുത്താണ്ടല്ലോ, ലാത്തി എടുത്ത് നമ്മളത് കണ്ടതാണ്. ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രസേന സുരക്ഷ തീർച്ചയായിട്ടും ഇവർ അപ്പുറത്ത് മാറി നിന്ന് പ്രതിഷേധം, 1 കിലോമീറ്റർ 1 മൈൽ അപ്പുറത്ത് മാറി സംസാരിച്ചേ പറ്റൂ, മാറി നിന്ന് പ്രതിഷേധം, കരിങ്കൊടി കാണിക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു. കാരണം എന്തെങ്കിലും അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പൊട്ടിക്കാനുള്ള ഫുൾ റൈറ്റ്സ് ഉണ്ട്. അല്ല, ഇന്നലെ ഞങ്ങൾ അവിടെ നടത്തിയ സമരം അത് ഞങ്ങളെ വഴി തടഞ്ഞുവെങ്കിലും ഞങ്ങൾ ഇനി മുതൽ രാജ്ഭവനിലേക്ക് പോവുകയാണ്, 6 ഏക്കർ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ഭരണം ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാണിക്കാന്നുണ്ടോ? മുഖ്യമന്ത്രി ഈ പോലീസുകാരന്റെ ലാത്തി പിടിച്ചു വാങ്ങിച്ച് അടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ കൊച്ചു മക്കൾ എന്നൊക്കെ പറഞ്ഞ ഇവന്മാരെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ധൈര്യമാണത്. ആ ധൈര്യം ആരാ കൊടുക്കുന്നത്? ഈ ഭരിക്കുന്ന പാർട്ടി. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? ഭരണത്തിന്റെ ആ ഒരു രീതി അനുസരിച്ച് MP ജയരാജന്റെ പ്രസ്താവന, MP ഗോവിന്ദന്റെ പ്രസ്താവന, പിണറായി വിജയൻ മാത്രം അധികം ഒന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ ഇറവേടയുടെ കാര്യത്തിൽ? അല്ലേ, ഇതാണല്ലോ ഇവിടുത്തെ പാർട്ടി അല്ലേ? നയനാര് കമ്മീഷനെ വെച്ച് അന്വേഷിച്ചതാണല്ലോ. ഇദ്ദേഹം കുറ്റക്കാരനായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ കരിയർ പോകാത്ത അദ്ദേഹത്തിന്റെ ഭാഗ്യം ഇറവേടയുടെ. അപ്പൊ ഇനി എന്താണ്? ഈ തദ്ദേശ ഇലക്ഷന് മുമ്പ് അടുത്ത 5 മയ്യപ്പെട്ടി വാങ്ങാനോ അല്ലെങ്കിൽ 10 മയ്യപ്പെട്ടി വാങ്ങാനോ ഉള്ള തയ്യാറെടുപ്പാണോ ഈ പാർട്ടി? ഈ പിള്ളേരുടെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് ചിന്തിക്കണ്ടേ? എന്ത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ പറഞ്ഞ പോലെ തിന്ന് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ എനർജിയോടെ നിൽക്കുന്ന പട്ടാളക്കാരാണ്, ആട്ടിച്ച് കയറ്റി കൊടുക്കും. ഇതിപ്പം വിജയ് കണ്ടത് ഇവിടെ വെള്ളയമ്പലത്ത് വെച്ചാണ് തടഞ്ഞിരുന്നത് അല്ലേ? ഈ പിള്ളേരെ അന്ന് കണ്ടത് ആരിഫ് മുഹമ്മദിന്റെ കാലത്ത്. ഇന്ന് അതിനപ്പുറം പോലും പോകില്ല, കെൽട്രോൺ അവിടെ വെച്ച് തടയും. ഏതായാലും നമുക്ക് കാണാം, ഈ പറയുന്നതും വാഗ്ധോരണിയിലും അല്ല കാര്യം. ഈ പാർട്ടി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം, അതാണ് ചെയ്യേണ്ടത്.